Hello, hi, dear friends. അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നത് എന്താണ്? നമ്മുടെ കപ്പ പുട്ടിൻ്റെ കോംബോ ചിക്കൻ തോരൻ. ഇത് ചിക്കൻ തോരനെ കുറിച്ച് കുറേ നാളായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലക്ഷ്മി നായർ ട്രാവൽ ബ്ലോഗ്സിൽ ആര്യനാട് പോയിട്ട് ഒരു ചിക്കൻ തോരൻ, കപ്പ, ഊണിൻ്റെ ഒരു ചോറ്, കപ്പ, പിന്നെ ഒരു സലാഡ് ആൻഡ് ചിക്കൻ തോരൻ. അത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. അത് ശംഭു ശങ്കരൻ എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ പേരിലുള്ള ഹോട്ടലാണ്, ചെറിയ കട. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് പോയാണ് ആദ്യമായിട്ട് കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പോയി അവിടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഞാൻ വീണ്ടും പോവുകയുണ്ടായി. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു, ചേച്ചി ചിക്കൻ തോരൻ അതൊരു ലാർജ് ക്വാണ്ടിറ്റി അല്ലേ കാണിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ സെയിം റെസിപ്പി തന്നെയാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സെയിം ചിക്കൻ തോരൻ. ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകതയാണ്, വളരെ തനി നാട്. ഇനി കുറച്ച് കാര്യങ്ങൾ അറിയണം. പിന്നെ ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കോഴി, ഒരു 1.5 കിലോയുടെ കോഴി. ഇതിൽ സവാളയും ചെറിയ ഉള്ളിയും ചേർക്കും. അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഇഞ്ചി ചതയ്ക്കണം, വെളുത്തുള്ളി ചതയ്ക്കണം, ഇത്രയും കാര്യങ്ങൾ ചതയ്ക്കണം. ഇഞ്ചി ഞാൻ കുറച്ചുകൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചതഞ്ഞാൽ മതി. ചതഞ്ഞു. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി ബാക്കി കാര്യങ്ങൾ. ഇനി ഇഞ്ചി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചാക്കി ചതയ്ക്കാം. കറക്റ്റ്, ഇത്ര ആവശ്യമുള്ളൂ. നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നിച്ച്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി ഒരു 2 കഷ്ണം എടുത്തു, ചതുര കഷ്ണങ്ങൾ. പിന്നെ വെളുത്തുള്ളി ഒരു ഫുൾ, ഒരു ഏതാണ്ട് ഒരു 10-12 അല്ലി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അരിയുന്നത് സവാളയിൽ നമുക്ക് ആദ്യം 2ആയിട്ടാണ് നമ്മൾ സവാള ചേർക്കുന്നത്. 4 സവാള എടുത്തതിൽ 1 വലുതാണ്, 3 മീഡിയം സൈസായിരുന്നു. കാണുന്നുണ്ടല്ലോ. ഇത് സ്ലൈസസ് പറഞ്ഞാൽ നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഞാൻ പക്ഷേ എപ്പോഴും ഹാഫ് സ്ലൈസസ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഹാഫ് സ്ലൈസ് ആക്കാം. അപ്പോൾ നമ്മൾ 4 മീഡിയം സൈസായാലും മതി. ഇതിപ്പോൾ 1 വലുതും 3 മീഡിയം ആയിരുന്നു. ഓക്കെ, 4 മീഡിയം സൈസ് നമ്മൾ അരിയായിരുന്നു. അപ്പോൾ ഇനി 2 സവാള ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ സെക്കൻഡ് സ്റ്റേജിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അരിയുന്നില്ല, നമുക്ക് 2ാമത് അരിയാം. ഇതേപോലെ തന്നെയാണ് അരിയേണ്ടത്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് തുടങ്ങാം. പെട്ടെന്ന് ചെയ്യാം. അതായത് നമ്മുടെ ചിക്കൻ വേകുന്ന അത്രയും സമയം മാത്രമേ എടുക്കുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ഫാസ്റ്റാണ്. അടുപ്പിൻ്റെ സൈഡിലങ്ങ് നിന്നാൽ മതി. അപ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. നമ്മുടെ ഇഷ്ടപ്പെട്ട പാത്രം. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക്, ആദ്യം 1 ടീസ്പൂൺ കടുക് ഇടുന്നു. ഇനി ഇതിലേക്ക് അടുത്ത് കംപ്ലീറ്റ് പൊട്ടി കഴിഞ്ഞല്ലോ. ചെറിയ ഉള്ളി ചതച്ചതാണ് ഫസ്റ്റ് ഇടാൻ പോകുന്നത്. ഒരു 15-20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ ചതയ്ക്കും. ഓക്കെ, നമ്മുടെ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഓൾമോസ്റ്റ് ആകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ സവാള ചേർക്കുന്നത്. ഇത് കൊച്ചു സവാളയല്ലേ? ആഹാ, നല്ല മണം. ചെറിയ ഉള്ളിയല്ലേ, വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഓക്കെ, ഇത് ഞാൻ ഓരോന്നിരുന്നിട്ട് ചേർക്കും. നോക്കിക്കോളൂ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങും. ഓക്കെ, ഇനി താമസിക്കേണ്ട, നമ്മുടെ സവാള ചേർക്കാം. ഒരല്പം എണ്ണയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആകെ 4 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരല്പം കൂടി വേണമെങ്കിൽ ആകാം. ഈ സവാളയെല്ലാം വാടി കഴിയുമ്പോൾ ഒന്നും കാണില്ല, കുറഞ്ഞ് വരും. എന്നാലും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ സവാള ഒന്ന് വാടി തുടങ്ങി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഉള്ളി ഇങ്ങനെ ചെറുതായി വാടി തുടങ്ങുന്നേ ഉള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം.
തുടക്കത്തിലേ കുറച്ചിടാം. പല പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. ഒരു രക്ഷയില്ല. കറിവേപ്പില കൂടെ ഇട്ട് കഴിയുമ്പോൾ കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, പിന്നെ ചെറിയ ഉള്ളി, ഇതെല്ലാം ഒരു അടാറ് കോമ്പിനേഷനാണ് കേട്ടോ. അതെല്ലാം കൂടി പിന്നെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പെർഫെക്റ്റ് സ്മെൽ. കിച്ചൺ മണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പല പല സ്റ്റേജസിൽ മണം കൂടിയേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കേസ് എന്നു വെച്ചാൽ ഉള്ളി ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വാടി കളർ മാറാൻ തുടങ്ങുന്ന ഒരു സമയം. ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പാകത്തിന് മൂത്ത് കിട്ടണം. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ പീസസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് 2 സവാളയും കൂടി, ചെറിയ സവാള 2 ചേർക്കണം. അപ്പോൾ അതും കൂടി അരിഞ്ഞ് വയ്ക്കും. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് സ്റ്റാറിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സവാള നന്നായിട്ട് വാടി ചുരുങ്ങി കളർ മാറാൻ തുടങ്ങുന്നൊരു പാകമായി കഴിഞ്ഞാൽ ഇത് നോക്കി വളരെ കുറച്ചായി. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മളിനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കാൻ പോകുന്നത്. പാകം നോക്കിക്കോളൂ, കുഴഞ്ഞ കളർ മാറുന്ന ഒരു പാകം, ഭയങ്കര ബ്രൗണൊന്നും ആയിട്ടില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേജ്. ഇനി നമുക്ക് ചിക്കൻ്റെ കഷ്ണം, ഇത് തോരൻ പാകത്തിന് കട്ട് ചെയ്തെടുത്തത് ചെറുതായിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ജസ്റ്റ് ഒരു അര ടീസ്പൂണിനകത്ത് മതി. ഓക്കെ, ഇത് ആ ചിക്കനിൽ പിടിക്കാനുള്ള അത്രേ ഉള്ളൂ. അതുപോലെ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇപ്പോഴേ ചേർക്കണം. അപ്പോൾ നല്ലൊരു മണം ആദ്യമേ തന്നെ വന്നു. ഇപ്പോൾ കുറച്ച് ഭംഗിയായില്ലേ, നമ്മളുടെ ചിക്കനെ കാണാൻ കുറച്ചുകൂടെ കളർഫുള്ളായി. ഇനി ഒരല്പം ഉപ്പ്, അതും ചിക്കനിലെ പിടിക്കാൻ ആവശ്യമായത് ഉപ്പ്. ഇനിയാണ് നമ്മൾ സവാള, 2 സവാള ചെറുത് അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർക്കാം. ഇതിങ്ങനെ വഴട്ടാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തോരനിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നൊരു പാകത്തിന് വെന്ത് കിട്ടാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി പാത്രം ഒന്ന് അടയ്ക്കുക, ഇത് വേകാനുള്ള സമയം കൊടുക്കുക, അത്രേ ഉള്ളൂ. ആ സമയം നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം, ഇത് വേകുന്ന സമയം കൊണ്ട്. ഓക്കെ, പാത്രം ഒന്ന് അടയ്ക്കട്ടെ. അപ്പോൾ ചിക്കൻ അടച്ചിട്ടിരിക്കുകയാണ്, തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഈ സമയം തേങ്ങ, ഒരു വലിയ തേങ്ങ എടുക്കാം. ഓക്കെ, ഏകദേശം ഒരു 2 കപ്പ് തേങ്ങ, അല്ലെങ്കിൽ 2-2.5 കപ്പ് വരെ ആകാം. ഇതിനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതയ്ക്കാം, അത്രേ ഉള്ളൂ. ചിക്കൻ തോരനാകുമ്പോൾ ഇച്ചിരി തേങ്ങയൊക്കെ ഇരിക്കട്ടെ കാര്യമായിട്ട്. ഇത് 2-2.5 കപ്പ് വരെ ആകാം. ഇതിപ്പോൾ 2.5 കപ്പ് തേങ്ങ ഉണ്ട്. ഇച്ചിരി വലിയ തേങ്ങയായിരുന്നു. ഇത്ര ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചതയുന്നു കേട്ടോ. ആ പാത്രത്തിലേക്ക് തന്നെ തിണ്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ചതച്ചെടുത്തു. ഇനി ഇതിനകത്താണ് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ എന്ത് പാകമായെന്ന് നോക്കണ്ടേ. ഓക്കെ, കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ചിക്കനിലെ വെള്ളം, അതിൽ കിടന്നാണിത് വേകുന്നത്. പെട്ടെന്ന് വേഗം, ചെറിയ പീസസ് അല്ലേ, ഫാസ്റ്റായിട്ട് വേഗം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നല്ല മണം, എൻ്റെ അമ്മേ, സോ നൈസ്, സുന്ദരിയായിരിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, ഇച്ചിരി കൂടെ വേഗം. ഇനി വേറെ ഒന്നുമില്ല, ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയെടുക്കണം, അത്രേ ഉള്ളൂ. ചെയ്താലോ. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഇനി വീണ്ടും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇവിടെ ചേർക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. വലിയ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ, 2-2.5 വരെ, എരിവ് എത്ര വേണോ അതനുസരിച്ച്. നല്ല ഹീറ്റായിട്ട് ഞാൻ എടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുതൽ
2 ടേബിൾ സ്പൂണോ 2.5 നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കും. അപ്പോൾ ആ തേങ്ങയുടെ ഈർപ്പം കൊണ്ട് മുളകെല്ലാം ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. മതി, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ തേങ്ങ കൂട്ട് റെഡി. ഇനി ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത്ര സംഭവം കഴിഞ്ഞു. അടപ്പ് തുറക്കുന്നു, ഇച്ചിരി വെള്ളം ഉണ്ടാകും, ആ ഒരല്പം ചാറിങ്ങനെ ഇരിക്കും. അതിനകത്തേക്കാണിത് ഇടാൻ പോണം, ഈ അരപ്പ്. നല്ല മണം, നല്ല മണം. ഇനി ഞാൻ തീ കൂട്ടി കൊടുക്കുന്നു. കഴിഞ്ഞു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പീസസൊക്കെ എല്ലാം, അതായത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെ രുചിയും നമ്മുടെ ചിക്കനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തേങ്ങ അരപ്പ് ചേർക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇതിങ്ങനെ തൂർത്തി എടുക്കാം. ഇത് കഴിയുമ്പോൾ ഇത് വെള്ളം വറ്റിക്കോളും. ഓക്കെ, അപ്പോൾ ആ ഈർപ്പം തേങ്ങയിൽ ഇങ്ങനെ പിടിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് അരപ്പും ഇതിലിങ്ങനെ പിടിച്ച ഇനി ആ ഈർപ്പം ഒന്ന് മാറി കുറച്ചൊന്ന് ഡ്രൈ ആവണം, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ആവും. ഇനി വെള്ളം ഒരല്പം ഒന്ന് വറ്റും, ഇതൊന്ന് തോർന്നു വരും. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് ഇതുവരെ ചേർത്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇത് ഓക്കെ. അപ്പോൾ ഗരം മസാലപ്പൊടിയും ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ചുപ്പ്. ഇനി ഫൈനലായിട്ട് ആ മണം ഇങ്ങനെ തങ്ങി നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എക്സ്ട്രാ. ആദ്യം 1/2 ടീസ്പൂൺ, ഇപ്പോൾ 1/2. അപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാണുന്നുണ്ടല്ലോ, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇങ്ങനെ ഇരുന്നാൽ മതി. അതായത് ഭയങ്കരമായിട്ട് ഉണക്കിയെടുക്കണ്ട, ഒരു ചെറിയ ഈർപ്പം ഉണ്ടാകും, അതാണ് വേണ്ടത്. തേങ്ങ എല്ലാം പൊടിഞ്ഞിരിക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് കുറച്ചുകൂടി വറ്റിക്കഴിഞ്ഞപ്പോൾ തേങ്ങ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ 2.5 കപ്പ് തന്നെ ധാരാളം മതി. തേങ്ങ ഒരു 1.5 കിലോയുടെ കോഴിക്ക്. ആഹാ, നല്ല മണം, നല്ല മണം. അതെ, നൈസ്. ആഹാ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ മണം എന്താ മണം, എന്താ മണം. ഈ മണമാണ് എൻ്റെ രുചി. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ചിക്കൻ തോരൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ കപ്പ, നമ്മുടെ കപ്പ പുട്ടിരിക്കുകയല്ലേ, അതാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഇതെവിടെ നിന്ന് കപ്പ പുട്ട്. അപ്പോൾ ഇന്ന് സെയിം ഡേ ആണ് ഞാൻ കപ്പ പുട്ടും ഈ ചിക്കൻ തോരനും ഉണ്ടാക്കിയത്. 2 വീഡിയോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കഴിക്കുമ്പോൾ കഴിക്കാം. കോമ്പിനേഷൻ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റ് പാകം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. ലാസ്റ്റ് പാകം ഒന്ന് നോക്കിക്കോളൂ. ഞാൻ ഏതൊരു സ്റ്റേജിലാണ് തീ ഓഫ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ. ഇതാണ് സ്റ്റേജ്. ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇതിനെക്കാട്ടിലും ഡ്രൈ ആക്കണ്ട. ഇതിപ്പോൾ ഡ്രൈ ആണ്, അതേസമയം ഒരല്പം ഈർപ്പം ഉണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. തീ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഫ്രഷ് കറിവേപ്പില ഇനിയും വേണമെങ്കിലും ഇടാം, എക്സ്ട്രാ വേണമെങ്കിൽ അഡീഷണലായിട്ട്. എനിക്ക് എത്ര ഇട്ടാലും മതി ഇതില്ല. എന്ത് മണം, രക്ഷയില്ല. നൈസ്. അങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ തോരൻ റെഡി. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. അടിപൊളിയാണ്, അടിപൊളി. ദാറ്റ് ഈസ് നോൺ വെജ് കഴിക്കുന്നവർക്ക്. വെജിറ്റേറിയൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമമുണ്ട്. ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ തോന്നുന്നില്ല. എന്താ പറയേണ്ടത്? ഓക്കെ, ഇതുപോലെയെല്ലാം നമുക്ക് മിക്സ്ഡ് വെജിറ്റബിൾസ് ഒക്കെ ചെയ്യാം ഈ ഒരു മെത്തേഡ്. പക്ഷെ ഇത്രയും ഈ രീതി ആയിരിക്കില്ല, കുറച്ച് മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ചിക്കൻ തോരൻ, അതൊരു ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസ് ക്ഷമിക്കുക. ഓക്കെ, ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്നൊരു റെസിപ്പിയും കൂടിയാണ് ഈ ചിക്കൻ തോരൻ. അപ്പം നമുക്ക് കഴിക്കാം അല്ലേ? ഇതേ നോക്കി, പുട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു, കപ്പപ്പുട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ തോരൻ. എങ്ങനെയാ, അയ്യോ എന്ത് രസമായിരിക്കണം നോക്കേ. സൂപ്പർ കോംബോ കാണുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ, കപ്പപ്പുട്ടും ചിക്കൻ തോരനും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
കഴിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്കും കഴിക്കാം, ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി റീക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കണം. അത്യാവശ്യം നല്ല ചൂടാണ് ചിക്കൻ. നമ്മുടെ പുട്ടെടുക്കുന്നു വിത്ത് എനിക്ക് ഇത് ദൈവമേ കഴിക്കാൻ ഇങ്ങനെ അത്യാവശ്യമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഞാൻ എന്താ പറയണ്ടേ, ഒരു രക്ഷയില്ല. അരപ്പും ചിക്കനും നമ്മുടെ കപ്പയൊന്നും ആണെന്ന് മനസ്സിലാവില്ലെങ്കിൽ പോലും ടേസ്റ്റി പുട്ടും കപ്പപ്പുട്ട് രക്ഷയില്ല. ഇത് ഇത്ര കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഒരു ചെറിയ പീസും ഇത്രയും ചിക്കൻ. അടിപൊളി. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഹാപ്പി. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ് പറഞ്ഞാൽ നിങ്ങളും ഇതേപോലെ ഇതേ കാര്യം ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരുമ്പോഴാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നും. അപ്പോൾ ഈ ഒരു അളവിൽ ഇത്രയും ചിക്കന് ഒരു 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. 10 people. പുട്ട് എനിക്ക് തോന്നുന്നു 2 കുറ്റിയല്ലേ ഉള്ളൂ, ഒരു 3, 4, 5 കുറ്റിയും കൂടി വേണ്ടി വരുമായിരിക്കും 10 പേരാണെങ്കിൽ. ഓക്കെ, ഇതുപോലെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പ അല്ലാതെ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാം, ദോശ, എല്ലാത്തിനും പറ്റിയ കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN Vlogs YouTube family. But thank you so much. Thank you for watching and keep on watching Lekshmi Nair Vlogs.